നിങ്ങൾക്കറിയാലോ ഇന്നത്തെ സ്പെഷ്യൽ ഡേ. അപ്പോൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചാണ് കേട്ടോ ഞാൻ ഇന്നിതാ പോകുന്നത്. ഹെൽമെറ്റൊക്കെ വെച്ചിട്ടുണ്ട് സേഫ്റ്റിക്കായിട്ട്. ഞാൻ എവിടേക്കാണ് പോകുന്നതെന്നുള്ളത് നിങ്ങളോട് പറയുന്നില്ല കേട്ടോ. പക്ഷേ അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എവിടെയാണെന്നുള്ളത്. ഞാനിപ്പോൾ എത്തിയിട്ടുള്ള ഒരു ബേക്കറിയിലാണ്. അവിടെ നിന്ന് ഒരു കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അവിടെ ഒരുപാട് കേക്ക് കളക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാനൊരു പിസ്താച്ചിയോ ഒരു കേക്കാണ് വാങ്ങിച്ചിട്ടുള്ളത്. അങ്ങനെ അവിടുത്തെ ഒരു ചേട്ടൻ എനിക്ക് ഞാൻ പറഞ്ഞ രീതിയിലൊക്കെ എഴുതാനായിട്ട് തുടങ്ങി കേട്ടോ. ഞാൻ പറഞ്ഞ 500 സബ്സ്ക്രൈബേഴ്സ് എന്നാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആ ചേട്ടൻ എഴുതിയപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായി. 500K സബ്സ്ക്രൈബേഴ്സ് എന്നായി കേട്ടോ. അത് കണ്ടപ്പോൾ ഒരു മനസ്സിലൊരു ലഡു പൊട്ടി. ഇതുപോലെ എന്നാകും എന്നുള്ള ചിന്തയായിരുന്നു കേട്ടോ. 500K സബ്സ്ക്രൈബേഴ്സ്, ഇതിലും വലിയൊരു കേക്കൊക്കെ വാങ്ങിക്കണം എന്നുള്ള ചിന്തയിലായിരുന്നു കേട്ടോ അപ്പോഴും. അങ്ങനെ ആ കേക്കൊക്കെ വാങ്ങിച്ച് ഇതാ പുറത്തോട്ടിറങ്ങി. വല്ലാത്ത മഴയായിരുന്നു. അതൊക്കെ സാരമൊക്കെ ഇതാ വണ്ടിയിൽ കയറി കേട്ടോ. കയറി മഴയും നനഞ്ഞ് വീട്ടിലെത്തി. മുഖത്ത് അത്രയും മഴത്തുള്ളികളും എന്തോ കറുത്ത കുത്തുപോലത്തെ പൊടിയും എന്തൊക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ സാരമാക്കാതെ എനിക്ക് എന്തായാലും ഈ സന്തോഷം ആഘോഷിക്കണമെന്നുള്ള ചിന്തയിലായിരുന്നു. കേക്കിൻ്റെ പാക്കിംഗ് എല്ലാം എന്താ പൊട്ടിച്ചെടുത്തേട്ടോ. ഈ 500 സബ്സ്ക്രൈബേഴ്സിൻ്റെ പിന്നെയും സന്തോഷത്തിലാക്കി ഇത് കണ്ടപ്പോൾ. എൻ്റെ ചുറ്റിലെ എൻ്റെ മക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷേ എൻ്റെ ചുറ്റിൽ നിങ്ങളെല്ലാം ഉണ്ട് എന്നുള്ളൊരു തോന്നലിൽ ഞാൻ ഇതാ അങ്ങനെ കേക്കെല്ലാം ഇത്രയും സന്തോഷത്തിൽ ഞാൻ കേക്ക് മുറിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ഇത്രയും സന്തോഷത്തിൽ ഞാൻ കേക്ക് മുറിക്കുന്നത്. ഈ ഒരു സന്തോഷം തന്നത് നിങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ആദ്യത്തെ ഒരു പീസ് കേക്ക് നിങ്ങൾക്ക് തന്നെ ഞാൻ തരുന്നത്. അവർ സപ്പോർട്ടായിട്ട് മുന്നോട്ടുണ്ടാവണം. ഓക്കെ, ബൈ.